അതെ അപ്പൂപ്പ, വേഗം വാ. ആ ശരി മക്കളെ, ഞാൻ വരുന്നു. ഓ ഇവിടെ ഭയങ്കര കൊതുക്, ഇരിക്കാൻ വയ്യ. അത് തന്നെയാ അപ്പൂപ്പ വേഗം വരാൻ പറഞ്ഞത്. കൊതു കടിച്ച് വല്ല അസുഖം ഉണ്ടാകും. വേഗം വാ. അയ്യോ, എന്താ സൗണ്ട് കേട്ടല്ലോ അപ്പൂപ്പ, നമുക്ക് വേഗം പോകാം. അയ്യോ ശരിയാ മക്കളെ, എന്തോ സൗണ്ട് കേട്ടു. അയ്യോ അപ്പൂപ്പ, എനിക്ക് പേടിയാവുന്നു, രക്ഷിക്കോ, വാ നമുക്ക് ഓടിപ്പോകാം. നമുക്ക് ഇവിടെ ഞാൻ ഒതുങ്ങിക്കൊണ്ട് നിൽക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. എന്താ കുറ്റാ കൂരിട്ട, എങ്ങനെ വീട്ടിലോട്ട് പോകും? ഞാൻ മിക്കവാറും പേടിച്ച് ബോധം കെട്ടങ്ങനെ വീഴും. അയ്യോ വീട്ടിൽ സൗണ്ട് കേട്ടല്ലോ, എന്താ സംഭവിക്കുന്നത്? പക്ഷേ നിങ്ങൾ പേടിക്കണ്ട മക്കളെ, ഞാനുണ്ടല്ലോ കൂടെ. എന്നാലും നമ്മള് ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. നമുക്ക് ആ സൈഡിലോട്ട് നടക്കാം. ബാ. അയ്യോ അയ്യോ അപ്പൂപ്പ, ഓടി വായോ, ആരെങ്കിലും വരാൻ പറയോ. നിനക്കൊക്കെ ഇനി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ കുറെ നേരമായി നിന്നെയൊക്കെ വാച്ച് ചെയ്യുന്നു, കുറെ നേരമായിട്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്നും ചെയ്യില്ലേ, ഞങ്ങളെ ഉപദ്രവിക്കില്ലേ. നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് മനുഷ്യരെ വേണം, മനുഷ്യഗണത്തെ വേണം, അത്രമാത്രം അറിയാം. ചേട്ടാ, ഞങ്ങള് വെറും പാവങ്ങളാ, ഞങ്ങളെ ഉപദ്രവിക്കല്ലേ. എടി, നീ ഏതാടി കുഞ്ഞു പീക്കിരി? നിന്നെ തന്നെ വേണോടി എനിക്ക് ആദ്യം. അയ്യോ, നാട്ടുകാരെ ആരെങ്കിലും രക്ഷിക്കോ, ബ്ലാക്ക് ഞങ്ങളെ പിടിക്കാൻ വരുന്നേ. അയ്യോ വീണേ, അയ്യോ എന്നെ രക്ഷിക്കോ. അയ്യോ അപ്പൂപ്പ വീണു, എങ്ങനെയാടി ഇനി? മക്കളെ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ, നിങ്ങൾ എന്റെ കാര്യം നോക്കണ്ട. എടാ കളവ, നിന്നെ ആർക്ക് വേണോടാ, ഓടാ. നിക്ക് പിള്ളേരെ അവിടെ നിക്ക്. അയ്യോ എന്റെ മക്കളെ കൊല്ലുക അങ്ങേര്. എനിക്ക് അവരെ രക്ഷിക്കാനും പറ്റാത്ത അവസ്ഥയാണല്ലോ. എവിടെ നിങ്ങൾ? നിക്കൂ. എടി, ശബ്ദം ഉണ്ടാക്കല്ലേടി. അയ്യോ, നമ്മൾ എത്ര നേരം ഇങ്ങനെ ഇരിക്കുവല്ലേടി. ചേട്ടാ, നമ്മളിപ്പോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കണം. അതുകൊണ്ട് അടങ്ങിയിരിക്കാം അവിടെ. നമുക്ക് നേരം വിളിക്കുന്നവരെ ഇവിടെ ഇരിക്കാം. നേരം വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ രക്ഷപ്പെടാം. ആരെങ്കിലും ഒക്കെ കാണുമല്ലോ. അത് ശരിയാ, നേരം വിളിക്കുന്നവരെ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഇരിക്കാം. എന്നാലും ഇവര് പിള്ളേരെവിടെ പോയി? പിള്ളേരെ. അയ്യോ ചേട്ടാ, അതെ വീണ്ടും വരുന്നു ചേട്ടാ. എടി, നമ്മളിങ്ങനെ ഇരുന്നിട്ടൊരു കാര്യമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമുക്ക് നേരിട്ട് ചെന്ന് അയാളെ വെല്ലുവിളിക്കാം. അപ്പോൾ അയാൾ നമ്മളെ പിന്തുടരും. ആ സമയം കൊണ്ട് നമുക്ക് ഓടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറാം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ അവരപ്പോൾ കൈകാര്യം ചെയ്തോളും. അതെ ചേട്ടാ, നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യും. അതിനു മുമ്പ് നമുക്ക് ഓടി പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്താൻ നോക്കണം. പിള്ളേരെ നിങ്ങൾ എവിടെയാ? ഹേയ് മനുഷ്യ, നിങ്ങൾ എന്താ ഞങ്ങളെ കുറിച്ച് കരുതുന്നത്? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറ്റാക്ക് ചെയ്യും കേട്ടോ. എന്താ നീ ഇപ്പൊ പറഞ്ഞത്? നിന്നെ ശരിയാക്കും. നിക്കടാ അവിടെ. കോൺസ്റ്റബിൾ ആരോ വരുന്നുണ്ടല്ലോ, നോക്കിക്കേ. ആരാണ് നിങ്ങൾ? എന്താ പ്രശ്നം? പറയൂ കുട്ടികളെ. സാർ, ഞങ്ങളെ ബ്ലാക്ക് ഞങ്ങളെ കുറേ നേരമായിട്ട് ചേസ് ചെയ്യുകയാണ്. ഞങ്ങൾ ഒരുവിധമാണ് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയത്. അതെ സാർ, ഞങ്ങളെ കുറേ നേരമായിട്ട് ബ്ലാക്ക് ചേസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കുന്നു സാർ. സാർ, അവരെ ബ്ലാക്ക് ചേസ് ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് അന്വേഷിച്ചാലോ? അതെ, ബ്ലാക്ക് വേഗം ആകട്ടെ. പോലീസ് എല്ലാവരെയും വിളിക്കൂ. അയാൾ ഉടനെ തന്നെ ഇവിടെ എത്താൻ ചാൻസ് ഉണ്ട് സാർ. അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. എടീ പീക്കിരി പെണ്ണേ, നീ ഇവിടെ നിൽക്കുമായിരുന്നോടി. നീയൊക്കെ എന്നെ പറ്റിച്ചിട്ട് കടന്നു കളയാന്ന് കരുതിയോ? എടാ, നീ ആരാ? ബ്ലാക്ക് എടാ, നിന്നെ ഇന്ന് ഞങ്ങൾ ശരിയാക്കി തരും. നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ ആരെന്ന് കാണിച്ചു തരാടാ നിനക്ക്. കയറി പോടാ അഴിക്കുള്ളില്. അതെ, ഇവനെ ജയിലിൽ പിടിച്ചിട്ട് സാർ. അയ്യോ എനിക്ക് നടു നിവർത്താൻ വയ്യേ, നടുവിന് നല്ല ഇടി കിട്ടിയേ. രക്ഷപ്പെട്ടു അല്ലേ? ഇനി നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്നും പേടിക്കണ്ട, ഈ സാറുമാരെ നമ്മളെ രക്ഷിച്ചു. കുട്ടികളെ, നിങ്ങൾ സൂക്ഷിച്ച് വീട്ടിലേക്ക് പോകൂ. എന്തൊക്കെയായാലും രാത്രിയല്ലേ. ശരി സാർ, ഞങ്ങൾ എങ്ങനെയെങ്കിലും വീടെത്താൻ നോക്കട്ടെ. പിന്നെ സാർ, ഞങ്ങളുടെ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. ആ അപ്പൂപ്പന് എവിടെയാണെന്ന് അറിയില്ല, വീണ് പോയിരുന്നു ഇടയ്ക്കിട്ട്. അപ്പൂപ്പനോ? അദ്ദേഹത്തെ
ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ പോലീസ് വണ്ടിയിലാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അകത്ത് അവിടെ വിശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. അപ്പൂപ്പൻ ഇവിടെ ഉണ്ടോ? അയ്യോ വേഗം വിളിക്കൂ സാർ. മക്കളെ എനിക്കൊന്നും പറ്റിയില്ല ദൈവഭാഗ്യത്തിന്. ഹായ് അപ്പൂപ്പ. അപ്പൂപ്പ സുഖമായിട്ടിരിക്കുന്നു അപ്പൂപ്പ. ഒന്നും സംഭവിച്ചില്ലല്ലോ അപ്പൂപ്പന്. വാ അപ്പൂപ്പ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഓ എന്തൊക്കെയായാലും അപ്പം ഞാനൊന്നും ചെയ്തില്ലല്ലോ ബ്ലാക്ക് മാൻ. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായി. വാ അപ്പ. ശരി സാർ, ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദി. ഓക്കെ, താങ്ക് യു സാർ. ശരി ശരി, പോയി വരൂ.